അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം അപ്പൂപ്പന്താടി പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. നമ്മളുടെ ഇത്തവണത്തെ യാത്ര ആന്ധ്രാപ്രദേശിലെ ഗണ്ടിക്കോട്ടയിലേക്കാണ്. ഗണ്ടിക്കോട്ട നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാംഗ്ലൂരിൽ നിന്നാണ്. അപ്പം ഞാൻ ഇന്നലെ ബാംഗ്ലൂർ എത്തി നമ്മുടെ അപ്പൂപ്പന്താടിയായ ദർശനയുടെ വീട്ടിൽ സ്റ്റേ ചെയ്തു. എൻ്റെ ബാക്കിൽ നമ്മുടെ ബഡ്ഡി നിഹാലി ഇരുന്ന് തപ്പുന്നത് കണ്ടിട്ട് അവൾ ഇന്നലെ രാത്രി 1 മണിക്ക് വന്നതാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഒന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ടാക്സി ഡ്രൈവർ സ്ട്രൈക്ക് ഉണ്ട്. അപ്പൊ അത് കാരണം നമ്മൾ സാധാരണ ട്രിപ്പുകളെ പോലെയല്ല, എല്ലാ സ്ഥലത്തു നിന്നും പിക്ക് ചെയ്തിട്ടാണ് ഓരോ ഡോർ ടു ഡോർ പിക്കപ്പ് ആണ്. അപ്പം ഫസ്റ്റ് പിക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു, ലളിത ചേച്ചി വണ്ടി കയറിയിട്ടുണ്ട്. നെക്സ്റ്റ് പിക്കപ്പ് ഇൻ 20 മിനിറ്റ്സ് നമ്മളാണ്. അങ്ങനെ അവസാന പിക്കപ്പ് ഇവിടെ നിന്നാണ്. നമ്മളുടെ ശാരദേച്ചി, ജയശ്രീ 5 പേര് ഇവിടെ നിന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ലേപ്പാക്ഷി. ആൾക്കാരുടെ എണ്ണം കുറവായത് കാരണമാണോ അതോ ചേട്ടൻ്റെ സ്പീഡ് കൂടുതലായത് കാരണം എന്താ അറിയില്ല, നമ്മൾ പതിവിലും നേരത്തെ തന്നെ ലേപ്പാക്ഷി എത്തി. ലേപ്പാക്ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഹംപി നഗരം ഉണ്ടാക്കിയ അതേ ഡൈനാസ്റ്റിയായ വിജയനഗര ഡൈനാസ്റ്റി 12ഉം 16ഉം നൂറ്റാണ്ടിനിടയിൽ ഉണ്ടാക്കിയ അമ്പലമാണ്. ഇവിടെ 3 പ്രതിഷ്ഠയാണ് മെയിനായിട്ട്: വിഷ്ണു, ശിവ, വീരഭദ്ര. അതുപോലെ ഇവിടുത്തെ പില്ലറുകൾക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. ഇതിൽ ഒരു പില്ലർ നിലം തൊടാതെയാണ് നിൽക്കുന്നത്. ഇതിന്റെ അടിയിൽ കൂടെ നമുക്കൊരു ഷോളോ തൂവാലയോ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാൻ പറ്റും. പിന്നെ അതുപോലെ ലേപ്പാക്ഷി എന്നതിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗെറ്റപ്പ് ബേർഡ് എന്നാണ്. അതായത് നമ്മളുടെ സീതയെ തട്ടിക്കൊണ്ടുപോയപ്പം രാവണന്റെ രഥത്തിന് പറക്കും വിമാനത്തിന് മുകളിലൂടെ പറന്ന് രക്ഷിക്കാൻ നോക്കിയപ്പം ജടായുവിനെ വെട്ടി വീഴ്ത്തി വീണ് കിടന്ന സ്ഥലമാണ് ഈ ലേപ്പാക്ഷി. ഇവിടേക്ക് ശ്രീരാമൻ സീതയെ അന്വേഷിച്ചു വന്നപ്പം പറപ്പുറത്ത് തളർന്നു കിടക്കുന്ന ജടായുവിനെ കണ്ട് എഴുന്നേൽക്കൂ പക്ഷി എന്ന് പറഞ്ഞതുപോലെ അതിൽ നിന്നാണ് ഈ ലേപ്പാക്ഷി എന്ന പേര് വന്നതെന്ന് പറയപ്പെടുന്നു. എന്തായാലും കൊറോണ ആയത് കാരണം ആൾക്കാരൊക്കെ വളരെ കുറവാണ്. ഇവിടെ പ്രത്യേകിച്ച് എൻട്രി ഫീസ് ഒന്നുമില്ല. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ അമ്പലം തുറന്നിരിക്കും. ഇപ്പൊ ഇവിടെ തിരക്കും വളരെ കുറവാണ്. ഞാൻ പറഞ്ഞില്ല, കൊറോണ ആയത് കാരണം എന്താ അറിയില്ല, തിരക്ക് വളരെ കുറവാണ്. പിന്നെ കുരങ്ങന്മാരുടെ ശല്യം അത്യാവശ്യമുണ്ട്. ഇപ്പൊ പോകുന്നവർ വെള്ളത്തിന്റെ ബോട്ടിലും മറ്റും കാര്യങ്ങൾ കയ്യിൽ വെക്കുന്ന സമയത്തൊന്ന് കരുതുക. പാർക്കിങ്ങിന് സെപ്പറേറ്റ് ഫീസ് ഉണ്ട്. അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ പോയത് ഒറ്റക്കല്ലിൽ തീർത്ത ഗ്രാനൈറ്റിലുള്ള നന്ദിയെ കാണാനാണ്. നന്ദി ഈ പറഞ്ഞ പോലെ അവിടെ എത്തിയപ്പോഴത്തേക്ക് നമുക്ക് ചെറിയ മഴ കിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പൊതുവേ ലേപ്പാക്ഷി അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഏരിയാസ് എല്ലാം തന്നെ നല്ല ചൂടുള്ള സ്ഥലമാണ്. പക്ഷേ ഈ പ്രാവശ്യം നമുക്ക് ആകാശം നല്ല കാർമേഘം മൂടി നിൽക്കുകയാണ്. എല്ലാവരും ലേപ്പാക്ഷി എത്തിയപ്പം സിഗ്നൽ വളരെ കുറവാണ്. എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും തങ്ങളാൽ കഴിയുന്ന വിധത്തിൽ വീഡിയോ കോളും ലൈവും എല്ലാമായിട്ട് വീട്ടിലിരിക്കുന്നവരിലൊക്കെ എല്ലാവർക്കും കാണിച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മൾ എവിടെയാണ് എന്നുള്ളത്. അവിടുന്ന് നമ്മൾ നേരെ പോയത് ജടായു പാർക്കാണ്. ഇതിനു മുന്നേ ഗണ്ടിക്കോട്ടയും ലേപ്പാക്ഷിയൊക്കെ പോയവർക്ക് ഈ ഒരു ജടായു പാർക്ക് പുതിയതാണ്. കാരണം ഇത് ഇവിടെ വന്നിട്ട് അധികമായില്ല. എൻട്രി ഫീസ് ഒരാൾക്ക് 10 രൂപയാണ്. ഇത് നമുക്ക് ഈ നേരത്തെ കണ്ട നന്ദി സ്റ്റാച്യുവിന്റെ അവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ ഇങ്ങോട്ട്. നമ്മൾ ഇവിടെയും ആളുകൾ വളരെ കുറവാണ്. പക്ഷെ നിറയെ കുരങ്ങന്മാരുടെ ശല്യമുണ്ട്. നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ കയറി മുകളിലേക്ക് പോകണം. ഇവിടെയും നമുക്ക് വെയിൽ ഇല്ലായിരുന്നു, കാർമേഘങ്ങൾ ഒരു അനുഗ്രഹമായിരുന്നു. ഇതേ കുറെ അധികം സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറാനുണ്ട്. പക്ഷെ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്തിക്കഴിഞ്ഞാൽ നമുക്ക് ജടായുവിന്റെ സ്റ്റാച്യു കാണാൻ പറ്റില്ല. പക്ഷെ അതിന് ഇപ്പുറത്തായിട്ടുള്ള പാറയിൽ നിന്ന് നമുക്ക് ഈ ആമക്കല്ല്, ഇവിടെ ഒരു ടോട്ടോയ്സ് റോക്ക് ഉണ്ട്, അതാണിത്. ഇതിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടായിരുന്നു. മഴ പെയ്ത് തുടങ്ങുന്നതിന് മുന്നേ തന്നെ നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റി. ഇവിടുന്ന് നമുക്ക് ദൂരെ നമ്മൾ നേരത്തെ വിസിറ്റ് ചെയ്ത നന്ദി സ്റ്റാച്യുവും ലേപ്പാക്ഷി അമ്പലവും എല്ലാം കാണാൻ പറ്റും. നമ്മൾ നേരത്തെ കണ്ട നന്ദി സ്റ്റാച്യുവിന്റെ പാർക്കിംഗ് ലോട്ടിനോട് ചേർന്നാണ് APTDCയുടെ ഒരു റെസ്റ്റോറൻറ്റ് ഉള്ളത്. നേരത്തെ കണ്ടുവച്ചിരുന്നു. നമ്മുടെ പ്ലാൻ പ്രകാരം നടന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ എത്തിയത് കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടുന്ന് കഴിച്ചു. പൂരിയും മസാല ദോശയും അടക്കമുള്ള
ബ്രേക്ക്ഫാസ്റ്റ് മെനു ആണ് നമുക്ക് കിട്ടിയത്. എല്ലാവരും മിതമായ നിരക്കായിരുന്നു, എല്ലാവരും ഭക്ഷണം കഴിച്ചു. ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ ലോങ് ജേർണിയാണ് നമുക്കുള്ളത്. ലേപാക്ഷിയിൽ നിന്ന് തുടർന്ന് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള വിജനമായ NH-ലൂടെയാണ്. സാധാരണ കേസിൽ നമ്മൾ ആന്ധ്രാപ്രദേശ് കയറാനുള്ള പെർമിറ്റ് എടുത്ത് ഒരു 10 കിലോമീറ്ററോളം തിരിച്ചു വന്ന് ചെറിയ വഴികളിലൂടെയാണ് പോകാറുള്ളത്. ഇപ്രാവശ്യം കൊറോണ ആയത് കാരണമാണോ എന്തോ എന്നറിയില്ല, NH-ലൂടെ മാത്രം പോകാനാണ് പെർമിറ്റ് കിട്ടിയത്. നമ്മൾ നേരെ അനന്ത്പൂർ ചെന്ന് അനന്ത്പൂരിൽ നിന്ന് താടിപത്രി വഴി ജമ്മലമടുഗു അങ്ങനെ വന്നിട്ട് ഗണ്ടിക്കോട്ട പോകാനാണ് നമ്മുടെ ഇപ്പോഴത്തെ റൂട്ടുള്ളത്. രാവിലെ നേരത്തെ യാത്ര തുടങ്ങിയത് കാരണം മിക്ക ആളുകളും നല്ല ഉറക്കത്തിലാണ്. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അനന്ത്പൂറാണ്, ഉച്ചയോട് അടുക്കുന്ന. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ജയശ്രീ ചേച്ചി പറഞ്ഞ പോലെ അക്വേഷ്യ ഗണത്തിൽപ്പെട്ട, അതായത് അക്വേഷ്യയുടെ അടിയെന്ന് നമ്മൾ പറയുന്നു, ആ ഗണത്തിൽപ്പെട്ട മരങ്ങളാണ് റോഡിന് നടുവിലിപ്പോൾ ഉള്ളത്. അതിങ്ങനെ നീണ്ടു കിടക്കുന്ന റോഡിൽ നടുവിൽ പച്ചപ്പും ദൂരെ നീല ആകാശവും പിന്നെ അപ്പുറത്തും ഇപ്പുറത്തും ഡ്രൈ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു. ഉറങ്ങാതെ കാഴ്ചകൾ കണ്ടിരിക്കുന്നവർ വളരെ കുറവായിരുന്നു. പക്ഷെ ഇടയ്ക്ക് വെച്ച് ഇതുപോലുള്ള മനോഹരമായ റോഡ് വരുമ്പോൾ എല്ലാവരും കണ്ണുറക്കും, മുന്നിൽ വന്നിരിക്കും, കാഴ്ചകൾ കാണും, സൈഡ് ഗ്ലാസ് തുറക്കും, അങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എന്റെ കണ്ട് ഇതുപോലൊരു മഞ്ഞപ്പടം മുടക്കിയത്. മഞ്ഞ കണ്ടപ്പോൾ ആദ്യം ഓടിച്ചാടി ഇറങ്ങിപ്പോയത് ഞാനായിരുന്നു. പിന്നെ എല്ലാവരും ഉറക്കത്തുനിന്ന് ചാടി ഇറങ്ങി ചേട്ടാ വണ്ടി ചവിട്ടു പറഞ്ഞിട്ട് മിതു ഞങ്ങള് കൂട്ടത്തിൽ കളിയാക്കി വിളിക്കുകയായിരുന്നു സീമാ നടി എന്നും പറഞ്ഞിട്ട്. അങ്ങനെ എല്ലാവരും ഫോട്ടോസ് എടുക്കാൻ കുറെ വീഡിയോസ് എടുത്തു, സെൽഫീസ്. വളരെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഉച്ചവെയിലായത് കാരണം വളരെ ഭംഗിയുള്ള ഒരു സമയമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മഞ്ഞ് അങ്ങനെ കണ്ണിൽ മഞ്ഞളിപ്പ് തോന്നുന്ന വിധത്തിലുള്ള മഞ്ഞയായിരുന്നു ഇതിനുണ്ടായിരുന്നത്. അങ്ങനെ ഏകദേശം 4:15-4:30 നമ്മൾ ഗണ്ടിക്കോട്ട APTDCയുടെ ഹരിത റിസോർട്ടിലെത്തി. ഗണ്ടിക്കോട്ടയിൽ പണ്ട് മുതലേ സൗകര്യങ്ങളോടുകൂടെ ഒരു സ്റ്റേ എന്ന് പറയുന്നത് ഹരിത റിസോർട്ടാണ്. ഇപ്പം കുഞ്ഞു കുഞ്ഞു ഒരുപാട് ഹോട്ടലുകളും ക്യാമ്പ്, ടെന്റ് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ബുക്ക് ചെയ്യുന്നത് ഒരു ഹരിത റിസോർട്ടിലാണ്. ഇവിടെ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു കോട്ടേജസ് ആയിട്ടാണ് നമ്മുടെ റൂംസ്. 11 പേർക്കായിട്ട് 5 റൂംസ് അഥവാ 5 കോട്ടേജസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഞാനും നിഹാലയും ഒരു റൂമിലാണ്. അതിന്റെ തൊട്ടപ്പുറത്തായിട്ടാണ് നമ്മുടെ ബാംഗ്ലൂരിൽ നിന്നുള്ള ദർശനയും ലളിത ചേച്ചിയും ഉള്ളത്. നമുക്ക് റൂം തുറന്നകത്തോട്ട് കയറാം. ഞാൻ നിഹാലയ്ക്ക് കീ കൈമാറിയിരിക്കുകയാണ്. നിഹാല നമുക്ക് റൂം തുറന്ന് കാണിച്ചു തരാം. റൂമിൽ ചെക്ക് ഇൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രഷായി നമ്മൾ വൈകുന്നേരത്തെ സൺസെറ്റ് കാണാൻ ഇറങ്ങിയതാണ്. ഇതാണ് ഗണ്ടിക്കോട്ട ഫോർട്ട്.
പൊതുവെ വളരെ അധികം എനിക്ക് തോന്നുന്നു അധികം ആളുകൾ എത്തിപ്പെടാതെ ഇപ്പൊ ഈ അടുത്ത് മാത്രം എക്സ്പ്ലോർ ആയിട്ടുള്ള സ്ഥലമാണ് ഗണ്ടിക്കോട്ട. അതിനോട് ചേർന്നിട്ടുള്ള ഫോർട്ടിനകത്ത് തന്നെയുള്ള മാധവരായ ടെമ്പിൾ, അതാണ് ദൂരെ കാണുന്നത്. പിന്നെ അതിന്റെ ചേർന്നുള്ള ജുമാ മസ്ജിദ്, ഇപ്പുറത്തെ വിക്ടറി ടവർ, അങ്ങനെ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു ദിവസം എക്സ്പ്ലോർ ചെയ്ത് കാണാവുന്ന കാര്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ നമ്മളുടെ ആദ്യത്തെ ദിവസം ഗണ്ടിക്കോട്ടയിൽ ഇവിടെ തീരെയാണ്. നമ്മൾ ഡിന്നറൊക്കെ കഴിഞ്ഞ് ചെറുതായിട്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു. നാളെ രാവിലെ 5:30 എഴുന്നേറ്റ് നമ്മൾ സൺറൈസ് കാണാൻ വേണ്ടിയിട്ട് ഗണ്ടിക്കോട്ടയുടെ ഗ്രാൻഡ് കനിയൻ വ്യൂവിലേക്ക് പോവാണ്. അപ്പോൾ ഇന്ന് രാത്രി എല്ലാവർക്കും ഗുഡ് നൈറ്റ്. ഈ നാളെ രാവിലെ നമ്മൾ മോർണിംഗ് വാക്കിന് ഇറങ്ങും സൺറൈസിന് വേണ്ടിയിട്ട്. ഒന്നും കാണില്ല, ഫുൾ ഇരുട്ടാണ്. 6:29 സൺറൈസ്. രാവിലെ 5:30 നമ്മൾ ഇറങ്ങി നടന്നു. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് സൺറൈസ് കാണാൻ എത്തുന്ന സ്ഥലമാണ്. നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടണം. നമ്മൾ കുറച്ച് പാറകളെല്ലാം കയറി ഒരുവിധം മോശമല്ലാത്തൊരു വ്യൂ പോയിന്റിലെത്തി. ഇനി സൂര്യൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മുടെ ദിവാകരേട്ടൻ എന്ന് വിളിക്കുന്ന സൂര്യൻ തലപൊക്കി വന്നിരിക്കുകയാണ്. എല്ലാവരും നല്ല ഫോട്ടോസ് കിട്ടാനും താഴെ പെന്ന റിവറിൽ അതിന്റെ റിഫ്ലക്ഷൻ വളരെ മനോഹരമായൊരു കാഴ്ചയാണെന്ന് തന്നെ പറയാം. നമ്മുടെ ഈ യാത്രയിൽ ഏറ്റവും പ്രായം കൂടിയ 54 വയസ്സുള്ള ലളിത ചേച്ചിയാണത്. ആള് ഒരു ദിവസം നോർമലായിരുന്നു, പക്ഷെ അന്നത്തെ ദിവസം രാവിലെ സൺറൈസിന് വേണ്ടി കയറി ഇറങ്ങി ഇറക്കും കയറ്റും. ചേച്ചിയുടെ എനർജി തന്നെ വേറെ ലെവലാക്കി പറയാം. അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അവസാനം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ചേച്ചിയുടെ പാട്ടും ഡാൻസും. ഞാൻ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയുടെ അടുത്ത് ചോദിക്കും, ചേച്ചി വാട്ട്സ് യുവർ ഏജ്? അപ്പോൾ പറയും 16 എന്ന് പറയിപ്പിക്കുകയാണ്. ആ ലെവലിലൊരു എനർജിയായിരുന്നു ചേച്ചിയിൽ നിന്ന് കിട്ടിയത്. പലരും ഏജ് ഒരു പ്രശ്നമാണ് യാത്രയ്ക്കെന്ന് പറയും. അതിനൊരു എക്സാമ്പിളാണ് ചേച്ചി. ചേച്ചിക്ക് വയസ്സൊരു പ്രശ്നമല്ലായിരുന്നു. ചേച്ചിയുടെ ഡ്രീം കം ട്രൂ ആയിരുന്നു ഗണ്ടിക്കോട്ട ട്രിപ്പ്. ഞാൻ നേരത്തെ പറഞ്ഞു ഗണ്ടിക്കോട്ട എന്ന് പറയുന്നത് വളരെ നോൺ എക്സ്പ്ലോർ ആയിട്ടുള്ള സ്ഥലമായിരുന്നു. പക്ഷെ ഒരുപാട് ആളുകൾ റൈഡേഴ്സ് ആണെങ്കിലും യാത്രക്കാരാണെങ്കിലും ഒരുപാട് പേര് വരാൻ തുടങ്ങി. അതിൻ്റെതായ അവസ്ഥ ഇപ്പൊ ഗണ്ടിക്കോട്ടയ്ക്ക് ഇപ്പൊ കാണാം. ഒരുപാട് പ്ലാസ്റ്റിക്കും അല്ലാതെയുള്ള വേസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് ഗണ്ടിക്കോട്ട. എവിടെ നോക്കിക്കഴിഞ്ഞാലും ഒരു കൂമ്പാരം കാണാം. ദയവ് ചെയ്ത് ഈ വഴിക്ക് വരുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേസ്റ്റ് ഇവിടെ കുന്നുകൂട്ടിയിടരുത്. ഇതൊരു വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. ഇവിടേക്കുള്ള വഴിയിലെല്ലാം വേസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മൾ പോകുന്നത് നേരെ ജുമാ മസ്ജിദിലേക്കാണ്. ജുമാ മസ്ജിദ് സൈഡിലായിട്ടാണ് ഗ്രാനറി. ഇപ്പം കഴിഞ്ഞ തവണയൊക്കെ വന്നപ്പം ജുമാ മസ്ജിദ് ആക്ച്വലി ക്ലോസ്ഡ് ആയിരുന്നു, വിസിറ്റേഴ്സിന് അലൗഡ് അല്ലായിരുന്നു. ഇപ്പൊ ഓപ്പൺ ആണ്. അതുപോലെ തന്നെ ഈ ജുമാ മസ്ജിദിന്റെ സൈഡിലെല്ലാം ഇത് ഞങ്ങള് അവിടെ ഉണ്ടായിരുന്ന ഒരു 3 പട്ടിക്കുട്ടികളായിരുന്നു. ഈ ജുമാ മസ്ജിദിന്റെ സൈഡിലെ ചുമരിലെല്ലാം കുത്തിക്കോറി പേരെല്ലാം വരച്ചിട്ടിട്ട് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഇനി പോകുന്നവർ അതൊക്കെ ശ്രദ്ധിക്കാതെ എവിടെ പോയാലും അങ്ങനെ തന്നെ ആയിരിക്കണം. ഞങ്ങള് അപ്പൂപ്പന്താടികള് വേറെ കുറച്ച് അപ്പൂപ്പന്താടികളെ കണ്ടു വഴിയില്. ജയശ്രീ ചേച്ചിയും നമ്മുടെ മിതുവും ദർശനയും എല്ലാവരും കുറെ എടുത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തു, ഊതിപ്പറിപ്പിച്ചു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കുഞ്ഞു കുട്ടികളായി മാറിയ സമയം നടക്കുന്നതാണ്. നമ്മൾ ഇവൻ ആൻഡമാനിലൊക്കെ പോയപ്പോഴും ഉണ്ടായിരുന്നു.
ഒരു മല കയറിയപ്പോ ഇത്രയും എനർജി കേട്ടില്ലേ? അതാണ് നമ്മുടെ ലളിത ചേച്ചിയുടെ എനർജി എന്ന് പറയുന്നത്. ആളങ്ങ് വേറെ ലെവലായി മാറി. വീണ്ടും നമുക്കൊരു ഏകദേശം 1 മണിക്കൂർ യാത്രയുണ്ട്. ഇന്ത്യയിലെ 2ാമത്തെ ഏറ്റവും വലിപ്പം കൂടിയ അണ്ടർഗ്രൗണ്ട് കേവ്സ് കാണാൻ. പോകുന്ന വഴിയെല്ലാം ഇതുപോലെയാണ്. സൂര്യകാന്തിപ്പാടം, പരുത്തിപ്പാടം, വെള്ളച്ചെനയുടെ, പിന്നെ നിലക്കടലയുടെ പാടങ്ങള്, ചോളം എല്ലാം വളരെ രസമായിരുന്നു. നിറയെ പച്ചപ്പും നീലാകാശവും കൂടെ ചേർന്നിട്ടുള്ള ഒരു കാഴ്ച ഭയങ്കര രസമായിരുന്നു. ഇതാണ് ടിക്കറ്റ് കൗണ്ടർ. ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്ത് താഴേക്ക് ഇറങ്ങണം. 10 മണി മുതൽ 5 മണി വരെയാണ് ഇവിടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത്. തിരക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും തിരക്ക് വളരെ കുറവാണ്. പൊതുവേ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കുമ്പം ഒരു ഡ്രൈവർ, ഒരു ഗൈഡിനെ കൂടെ കിട്ടാറുണ്ട്. പക്ഷെ ഇത്തവണ ഇല്ലായിരുന്നു. പക്ഷേ അത് നമ്മൾ കൂടെ നമുക്ക് കിട്ടിയത് ഒരു നല്ല ഗൈഡിനെ ആയിരുന്നു. അതിൻ്റെതായ മെച്ചങ്ങളുണ്ടായിരുന്നു. കാരണം നമുക്കെല്ലാം നല്ല നല്ല കുറെ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഇന്ത്യൻ സബ് കോർഡിനേറ്റിലെ ഏറ്റവും സെക്കൻഡ് ലാർജസ്റ്റ് അണ്ടർഗ്രൗണ്ട് കേവ്സ് ആണ് ഇതെന്ന് പറയുന്നത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് തുടങ്ങിയ ചിത്രാവതി റിവറിന്റെ ഫ്ലോ ആണ് ഈ ഒരു കേവിന് ഫോർമേഷൻ കാരണം എന്നാണ് പറയപ്പെടുന്നത്. ഫുൾ ഓഫ് ലൈം സ്റ്റോൺ ആണ് ഇതിന്റെ അകം മുഴുവനും. സാധാരണ ഇങ്ങനെ ഗുഹകളിൽ കാണുന്ന 2 ഫോർമേഷൻസ് ഉണ്ട്, സ്റ്റാലക്കേറ്റും സ്റ്റലാഗ്മേറ്റും. ഇവിടെ കൂടുതലും ഉള്ളത് സ്റ്റലാക്കേറ്റ് ആണ്. അതായത് റൂഫിൽ നിന്നും താഴോട്ട് തൂങ്ങിക്കിടക്കുന്ന ഫോർമേഷൻ. അതിൽ 1 ഇഞ്ച് വളരണമെങ്കിൽ തന്നെ എത്രയോ വർഷങ്ങൾ എടുത്തിട്ടാണ് അത് ഫോം ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ വെള്ളത്തിന്റെ ഫ്ലോ കാരണം ചുഴി പോലെ ഉള്ള ചില ഭാഗങ്ങളുണ്ട്. മുകളിൽ കാണുന്ന, റൂഫിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഈ ചുഴി കാരണം ഉണ്ടായ ഫോർമേഷൻസ് ആണ്. ഇതിൽ ഏറ്റവും ആഴം കൂടിയ ഭാഗം എന്ന് പറയുന്നത് 181 ഫീറ്റുള്ള പാതാൾഗംഗയാണ്. നമ്മൾ അവിടം വരെ പോയിട്ട് തിരിച്ചു വരും. 1.5 കിലോമീറ്ററോളം നമുക്ക് അകത്തേക്ക് നടക്കാൻ പറ്റും. ഇതിലതൊരു വലിയ ചുഴി ഫോർമേഷനാണ് നമ്മളിപ്പോ കാണുന്ന ഈ ഒരു മുകളിലായിട്ടുള്ള ഗുഹ പോലെയുള്ള ചെറിയൊരു ഫോർമേഷൻ. ചില സ്ഥലങ്ങളിൽ ഹൈറ്റിൽ വെച്ച് തല നല്ലപോലെ തട്ടും, അവിടെ കുഴിഞ്ഞു നടക്കണം. ബാക്കിയുള്ള സ്ഥലത്ത് നമുക്ക് നല്ലപോലെ നടക്കും. ഇവിടെയൊക്കെ കാണാൻ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലമാണ്. So watch your heads, man. Careful. Tade.
ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വലിയ സ്റ്റാലക്കൈറ്റ് ഫോർമേഷൻ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് ബനിയൻ ട്രീ പോലെയുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് അതിന് ബനിയൻ ട്രീ എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ ഏറ്റവും ആഴം കൂടുതലുള്ള പാതാൾ ഗംഗയിലേക്കാണ്. അത് നമ്മൾ നല്ല ആഴത്തിൽ, അതായത് 151 ഫീറ്റ് ഹൈറ്റ് താഴെ പോയിട്ടാണ് നമ്മൾ ഇറങ്ങുന്നത്. ഇപ്പൊ അതാ തല കുനിയിരുന്ന് നിഹാലയും അമ്മുവും താഴെ ഇരിക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് സ്റ്റേ കേസ് ഒക്കെ ഇറങ്ങി താഴെ പോയി കഴിഞ്ഞാൽ അവിടെ എല്ലാ കാലത്തും ആ ഒരു സ്ട്രീം എപ്പോഴും വെള്ളം ഉണ്ടാവും. പിന്നെ അവിടെ ചെറിയ ശിവലിംഗവും അവിടെ കാണാം. പൈപ്പ് കാണുന്ന അവിടെ ഇനിയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ബേലം കേവ്സിൽ 20 മീറ്റർ നീളത്തിലുള്ള ഒരു അഡ്വഞ്ചറസ് എൻട്രി വരുന്നത്. നല്ലപോലെ കുനിഞ്ഞു പോകണം. അത് ഒരു ഷോർട്ട് കട്ടാണ്. അപ്പൊ നമ്മളുടെ കൂടെ നമ്മുടെ ഗൈഡ് ഷെഫിക്ക് നമ്മളെ ലീഡ് ചെയ്യും. അതിനകത്തൂടെ ഇതുപോലെ കുറച്ച് ദൂരം. അപ്പം നമ്മുടെ കൂട്ടത്തിൽ ഈ ക്ലാസ്ട്രോഫോബിയ പോലെ പേടിയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാൾ പോലും പിന്നോട്ട് വെക്കാതെ എല്ലാവരും ഒരുപോലെ അതിന്റെ അകത്തൂടെ കയറി അപ്പുറത്തേക്ക് ഇറങ്ങി. വളരെ രസകരമായ ഒരു എക്സ്പീരിയൻസ് ആണെന്നും കൂടെ പറയും. ആരും പേടി എന്തെന്ന് ആരും അറിഞ്ഞില്ല എന്നതാണ്. ദർശന കൂടുതൽ ഹൈറ്റ് ഉള്ള ആള് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ബ്ലോക്ക് കഴിഞ്ഞു പോയതല്ലേ നമ്മളവിടെ. അയ്യോ, ഇതെന്താ ഉള്ളിൽ കൂടെ ഒക്കെ കയറണം? ഇത്രയൊക്കെ സാഹസികത വേണോ ചേട്ടാ? ഒരു മിനിറ്റ്, എന്റെ കാല്. തല ഈസ് ഓക്കെ. തല ഈസ് ഓക്കെ. Everybody completed, the youngest of all the girls. Yes. Yeah, who is the youngest of the girls? Maybe I don't know. All are young. I'm younger and youngest. Have to thank you so much. This is unbelievable. സാധാരണ ഉള്ളതിലും ചൂട് കുറവായിരുന്നെങ്കിലും പുറത്തെത്തിയപ്പോൾ എല്ലാവരും ക്ഷീണിച്ചു. ആദ്യം തന്നെ കണ്ടത് സ്നാക്ക് ബാറിൽ കയറി നമ്മളെല്ലാവരും ഐസ്ക്രീം കഴിച്ചു. അതിന്റെ മനോഹരമായ വീഡിയോ ആണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിക്കാത്ത സുകന്യ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുകന്യയാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ ബേലും കേവ്സിന്റെ കോമ്പൗണ്ടിൽ തന്നെയായിട്ട് ദൂരെ ഒരു മലയിൽ ബേലും കേവ്സ് എന്ന് എഴുതിയതും ആ കാണുന്ന വെള്ള ബുദ്ധ സ്റ്റാച്യു ആണ് നമ്മൾ ബേലും കേവ്സ് എത്തി എന്നുള്ള നമ്മുടെ ഒരു ലാൻഡ് മാർക്ക്. അതായത് നമ്മൾ കണ്ടിക്കോട്ടെ നിന്ന് ജമ്മലമടുക്ക് കഴിഞ്ഞ് നേരെ വരുന്ന സമയത്ത് ഇതുപോലെ സ്റ്റാച്യു ദൂരെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അതെ നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത്. അവിടെ നല്ല വെയിലായത് കാരണം എല്ലാവരും ഒന്നും സ്റ്റാച്യുവിന്റെ അടുത്തേക്ക് പോയില്ല. എന്നാലും കുറെ പേര് അവിടേക്ക് പോയി ഫോട്ടോ എടുത്തു. നമ്മുടെ ട്രിപ്പ് കഴിഞ്ഞു. നമ്മുടെ ലളിത ചേച്ചി ഈസ് റോക്കിംഗ് ഓൺ ദ ഫ്ലോർ. വളരെ മനോഹരമായിരുന്നു. നമ്മൾ സാധാരണ 10 മണിക്ക് എത്തുമെന്ന് പറഞ്ഞെങ്കിലും നമ്മൾ 8:30 ആയപ്പോഴത്തേക്കും നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു.
പാട്ട് പോലെ തന്നെ നമ്മളാരും എങ്ങോട്ടും പോകുന്നില്ല. ഇനിയും നമ്മളെല്ലാവരും കാണും. പോകുന്ന വഴിക്ക് നമ്മൾ പ്രോമിസ് ചെയ്ത പോലെ അനന്തപൂരിൽ ഇറങ്ങി എല്ലാവരും നല്ല കുറെ പേരക്കയും ആപ്പിളും ഓറഞ്ചും എല്ലാം വാങ്ങി വീട്ടിലേക്ക് വേണ്ടിയിട്ട്. കാരണം നാട്ടിലുള്ളതിനേക്കാളും നല്ല ചീപ്പ് റേറ്റ് ആയിരുന്നു. അപ്പൊ ഇനിയും യാത്രകളായിട്ട് നമ്മൾ ഇങ്ങോട്ട് വരുന്നതായിരിക്കും. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത യാത്രാവിശേഷങ്ങൾ അറിയുക. കൂടുതൽ യാത്രകളെ കുറിച്ച് അറിയാൻ വേണ്ടി 8078388133 എന്ന നമ്പറിലേക്ക് വിളിക്കാം. നമ്മുടെ പേജ് ഫോളോ ചെയ്യുക, ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യുക. അപ്ഡേറ്റ്സ്, നിങ്ങളുടെ സജഷൻസും കമന്റ്സും എല്ലാം അറിയിക്കുക. സോ സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി, ബൈ.